നാട്ടിലെ ചായക്കട നടത്തുന്ന ചന്ദ്രേട്ടൻ ദുബായിൽ 1,00,000 ദിറംസും കൊണ്ട് എങ്ങനെ ഒരു 1 ബെഡ്റൂം വാങ്ങി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ദുബായിൽ ആവറേജ് ഒരു 1 ബെഡ്റൂമിന് കോസ്റ്റ് വരുന്നത് ഏകദേശം ഒരു 900K ആയിരിക്കും വരുന്നുണ്ടാവുക. ഇതിൽ നമുക്ക് ഇനീഷ്യലി ഡൗൺ പേയ്മെന്റ് വേണ്ടത് എന്താ 20%, പിന്നെ ഒരു 4% ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് DLD ചാർജ് വേണം, പിന്നെ ഒരു 5,000 ദിറംസ് അല്ലറ ചില്ലറ ഒക്കൂത് രജിസ്ട്രേഷനും അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. ഇവിടെ ആകെ ഡൗൺ പേയ്മെന്റിലേക്ക് 100K ആണ് മൂപ്പരുടെ കയ്യിലുള്ളത്. ബാക്കി ഇതിലേക്ക് ഇനി ഒരു 90K കൂടി മൂപ്പർക്ക് വേണം. ഈ 90K എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പർക്ക് ജോലി ഉള്ളത് കൊണ്ട് പേഴ്സണൽ ലോണ് കിട്ടും. സോ പേഴ്സണൽ ലോൺ എത്ര കിട്ടും? നിങ്ങളുടെ സാലറിയുടെ ×20% വരെ എടുക്കാം. അപ്പോൾ മൂപ്പര് ഈസി ആയിട്ട് ഒരു 90K ഇവിടെ 4 വർഷത്തേക്ക് EMI ഇട്ടിട്ട് മൂപ്പര് എടുത്തു. അങ്ങനെ ഇവിടെ എന്തായി, നമുക്ക് മൊത്തം 1,90,000 ഡൗൺ പേയ്മെന്റ് അവിടെ മൂപ്പരുടെ റെഡി ആയല്ലോ. ബാക്കി വരുന്ന ഈ 4% DLD ചാർജും ഈ രജിസ്ട്രേഷനും എല്ലാം കൂടി പ്രോപ്പർട്ടിയുടെ ബാക്കി വരുന്ന 80%, ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് മൂപ്പര് എന്ത് ചെയ്തു, നേരെ മോർഗേജിലേക്ക് ഇട്ടു. അങ്ങനെ മോർഗേജിൽ ഇടുന്ന സമയത്ത് മൊത്തം 25 വർഷത്തേക്കാണ് മൂപ്പര് മോർഗേജ് ഇട്ടത്. കാരണം മൂപ്പര് ഇവിടെ സ്ഥിരമായിട്ട് ദുബായിൽ താമസിക്കാനുള്ള പ്ലാനാണ്. അങ്ങനെ 25 വർഷത്തേക്ക് മോർഗേജ് ഇടുമ്പോൾ ഒരു മാസത്തേക്ക് മൂപ്പർക്ക് ഏകദേശം വരുന്നത് 3,000 ദിറംസേ ഉള്ളൂ. അതായത് നിലവിൽ ഒരു 1 ബെഡ്റൂമിന് മൂപ്പര് റെന്റ് കൊടുക്കുന്നതിലും ചെറിയ പൈസക്ക് മൂപ്പര് എന്ത് ചെയ്തു, ഒരു 3,000 ദിറംസ് മാത്രം കൊടുത്തിട്ട് ദുബായിൽ 1 ബെഡ്റൂം സ്വന്തമാക്കി. സോ ദുബായിൽ വാങ്ങുക എന്ന് പറയുന്നത് ഈവൻ നാട്ടിലെ ചന്ദ്രേട്ടന് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റാവുന്ന കാര്യമേ ഉള്ളൂ. സോ ഇത് എങ്ങനെ വാങ്ങണം, എവിടെ വാങ്ങണം എന്നുള്ള ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണം. ഞാൻ ഇരുന്ന് പറഞ്ഞു തരാം എന്താ ചെയ്യേണ്ടതെന്ന്.